പോക്കോയുടെ പോക്കോ M6 Plus 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിന്റെ ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റ് ഇപ്പം ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പം അറിയാനും കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വിലയെ പറ്റിയിട്ടുള്ള ചില ന്യൂസുകളും ഇപ്പം പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പോക്കോ M6 Plus 5G എന്ന സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേ കാര്യത്തിൽ ഈ ഒരു സ്മാർട്ട് ഫോണിൽ 6.79 ഇഞ്ചിന്റെ ഫുൾ HD+ ഡിസ്പ്ലേ വന്നേക്കാം. പിന്നെ LCD പാനലുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. ഈ ഒരു ഫോണിന്റെ വില 15,000 രൂപയ്ക്ക് താഴെ ആയിരിക്കും വരിക. ആ ഒരു പ്രൈസ് റേഞ്ചിൽ 5G ഫോണുകളിൽ LCD പാനൽ എന്നുള്ളത് ഓക്കെയാണ്. അമുലർ ഡിസ്പ്ലേ ഇല്ലാത്തത് ഒരു പ്രശ്നമായിട്ടൊന്നും പറയാൻ പറ്റില്ല. പിന്നെ പഞ്ചോൾ ഡിസൈൻ ഇതിൽ വരുന്നതായിരിക്കും. പഞ്ചോൾ വരിക ടോപ്പ് സെന്റർ ഭാഗത്ത് കിട്ടായിരിക്കും. ഡിസ്പ്ലേയിൽ 120 Hz റീഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം അത്യാവശ്യം തിരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വന്നേക്കാം. പിന്നെ ഫോണിന്റെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് 3യുടെ പ്രൊട്ടക്ഷൻ ഒക്കെ വരുന്നതായിരിക്കും. ഈ ഒരു ഫോണിൽ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ആയിരിക്കും വരിക. IP53 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്തേക്കാം. പിന്നെ ഈ ഫോണിന്റെ ഗ്രാഫൈറ്റ് ബ്ലാക്ക് എന്നുള്ള ഒരു കളർ വേരിയന്റ് ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. ഇങ്ങനെ ഒരു കളർ വേരിയന്റ് ഇപ്പം ആമസോണിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ ഒരു പർപ്പിൾ കളർ വേരിയന്റ് ഒക്കെ ലോഞ്ച് ചെയ്തേക്കാം. ഇനി പ്രോസസ്സറിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 4 Gen 2 എന്ന പ്രോസസ്സറിന്റെ ആക്സിലറേറ്റഡ് എഡിഷൻ ആയിരിക്കും ഇതിൽ വരിക. ഇപ്പം 15,000 രൂപയ്ക്ക് താഴേക്കാണെന്നുണ്ടെങ്കിൽ ഇത് തിരക്കേടില്ലാത്തൊരു പ്രോസസ്സർ എന്നൊക്കെ പറയാവുന്നതാണ്. ഇപ്പം ഒരു 11,000-12,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ലൊരു പ്രോസസ്സർ എന്ന് തന്നെ പറയാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സറുമാണ് ഈ ഒരു പ്രോസസ്സർ. പിന്നെ ഇതിൽ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. ഈ ഒരു ഫോണിൽ 4GB RAM 128GB ഇന്റേണൽ വെർഷനും 6GB RAM 128GB ഇന്റേണൽ വെർഷനും അതുപോലെ തന്നെ 8GB RAM 128GB ഇന്റേണൽ വെർഷനും വന്നേക്കാം എന്നുള്ള റിപ്പോർട്ടുകൾ മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ LPDDR4Xന്റെ റാമും UFS 2.2 സ്റ്റോറേജ് ടൈപ്പും ഇതിൽ വരുന്നതായിരിക്കും. ഹൈബ്രിഡ് സിം സ്ലോട്ടുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. അതായത് മെമ്മറി കാർഡ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷെ മെമ്മറി കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സിം മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. വെർച്വൽ റാം പോലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇന്റേണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാം ആയിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ IR ബ്ലാസ്റ്റർ എന്നുള്ള ഫീച്ചർ ഇതിൽ വരുന്നതായിരിക്കും. അപ്പം ഈ ഫോൺ റിമോട്ടൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. പിന്നെ സിംഗിൾ സ്പീക്കർ ഇതിൽ വരാൻ ചാൻസ് ഉള്ളൂ. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഇതിൽ വരാൻ സാധ്യതയില്ല. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. പിന്നെ 3.5mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ വരുന്നതായിരിക്കും. Android 14 ബേസ് ആയിട്ടുള്ള HyperOS സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ഫോണിൽ വരിക. ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ഡ്വൽ ക്യാമറ സെറ്റപ്പ് വന്നേക്കാം. 108 മെഗാപിക്സലിന്റെ f1.75 വരുന്ന മെയിൻ ക്യാമറ സെൻസർ ആയിരിക്കും ഈ ഫോണിൽ വരിക. ഈ ഒരു കാര്യം ഇപ്പം അവർ ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ടീസറിൽ ഈ ഒരു കാര്യം കൊടുത്തിട്ടുണ്ട്. പിന്നെ രണ്ടാമത് 2 മെഗാപിക്സൽ ഒരു മാക്രോ ലെൻസും വന്നേക്കാം. ഫ്രണ്ടിൽ 13 മെഗാപിക്സൽ സെൽഫി ക്യാമറ വരാനാണ് സാധ്യത. ബാറ്ററിയുടെ കാര്യത്തിൽ 5030 mAh ബാറ്ററി ഈ ഫോണിൽ വരുന്നതായിരിക്കും. 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും ഇതിൽ വന്നേക്കാം. 15,000 രൂപയ്ക്ക് താഴെ ഇത് അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു ചാർജിങ് സ്പീഡൊക്കെ തന്നെയാണ്. പിന്നെ Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. അപ്പം അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ലൊരു ബാറ്ററി സെറ്റപ്പും ഈ ഫോണിൽ വന്നേക്കാം. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ലോഞ്ച് ഡേറ്റിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ August 1 ഈ സ്മാർട്ട് ഫോണിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ലോഞ്ച് ഡേറ്റ് ഇപ്പം ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്. പിന്നെ പറയേണ്ട വേറൊരു കാര്യം എന്താ വെച്ചാൽ ഇപ്പം അടുത്ത് ഇന്ത്യൻ മാർക്കറ്റിൽ Redmi 13 5G എന്നൊരു ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു പോക്കോ M6 Plus 5G എന്ന സ്മാർട്ട് ഫോൺ ആ ഒരു ഫോണിന്റെ ഒരു റീബ്രാൻഡഡ് വെർഷൻ ആയിരിക്കും. ഇപ്പം പോക്കോ പൊതുവെ ഇങ്ങനെയാണ്, റെഡ്മിയുടെ ഏതെങ്കിലുമൊക്കെ ഫോണുകൾ അവർ റീബ്രാൻഡ് ചെയ്തിട്ട് ഇറക്കും. ഈ ഒരു ഫോണും അതുപോലെ ഒരു റീബ്രാൻഡഡ് വെർഷൻ ആയിരിക്കും. വിലയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ആമസോണിൽ ഈ ഒരു ഫോണിന്റെ ഒരു 8GB RAM 128GB ഇന്റേണൽ വെർഷൻ ഇപ്പം ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ വില കാണിക്കുന്നത് 14,999 രൂപയാണ്. Redmi 13 5Gയുടെ ഇതേ വെർഷന്റെ വില വന്നിട്ടുണ്ടായിരുന്നത് 15,499 രൂപയാണ്. പൊതുവെ അങ്ങനെയാണ്, റെഡ്മിയുടെ ഫോണിനേക്കാളും ഒരു 500 രൂപയൊക്കെ പോക്കോയുടെ ഫോണിന് കുറയാറുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ Redmi 13 5Gയുടെ 6GB RAM 128GB ഇന്റേണൽ വെർഷന്റെ വില വരുന്നത് 13,999 രൂപയാണ്. അപ്പം ഈ ഒരു ഫോണിന്റെ ആ ഒരു വെർഷൻ നമുക്ക് ഒരു 12,500 രൂപ പ്രൈസ് റേഞ്ചിൽ ലഭിച്ചേക്കാം. ഇനി 4GB RAM വെർഷൻ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഒരു 11,500 രൂപ പ്രൈസ് റേഞ്ചിലേക്ക് ലഭിച്ചേക്കാം. എന്തായാലും അതിനെ പറ്റിയിട്ടുള്ള കൺഫർമേഷൻസ് ഒന്നും ഇപ്പം പുറത്ത് വന്നിട്ടില്ല. എന്തായാലും പോക്കോയുടെ പോക്കോ M6 Plus 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. 11,500 രൂപ പ്രൈസ് റേഞ്ചിലേക്കായിട്ട് ഈ ഫോണിൽ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഒക്കെ തന്നെയാണ് ഈ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.